നമസ്കാരം. വരൂ. സംശയിക്കേണ്ട, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ തുളസീധരൻ പിള്ള. അത് ഞാൻ തന്നെയാ. ഇതെൻ്റെ ഭാര്യ രാധിക, അതെൻ്റെ മോള് മീര. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കണേ. എന്താ തരണേ? ഓ, ഡോഗ്സ്. അവരങ്ങ് മുകളിലാണ്. 4 എണ്ണമാ. ആദ്യം 1 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 3 മണം പിടിച്ച് വന്ന് കയറിയതാ. ആദ്യത്തേനെ കൊണ്ടുവന്നത് മേലെ താമസിച്ചിരുന്ന ഗിൽബർട്ടും ഫാമിലിയോ. പെൻഷൻ കാശിനും ബാങ്ക് ബാലൻസിനും പുറമെ ചെറിയൊരു വരുമാനം കൂടിയാകുമല്ലോ എന്ന് കരുതിയ വീടിൻ്റെ മുകളിലത്തെ നില ഗിൽബർട്ടിനും ഫാമിലിക്കും വാടകയ്ക്ക് കൊടുത്തത്. മാത്രമല്ല വെറുതെ കിടന്ന് നശിക്കണ്ടെന്നും കരുതി. വിചാരിച്ച പോലെയല്ല, നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഫാമിലി. ചായ പോലും ഉണ്ടാക്കാൻ അറിയാതെ നിന്നെയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത? നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് പറയല്ലേ. പിന്നെ വേണ്ടടി, അമ്മ എന്നുള്ള മാറ്റി വെറൈറ്റി ആയിക്കോട്ടെ. നിന്റെ അച്ഛനെ പറയാം, മരമാക്കി. ഒരു നല്ല തന്തയുടെ മോൻ. എന്റെ അപ്പൻ എന്താ കുഴപ്പം? കേട്ടിട്ട് തന്നെ കാര്യം. എന്റെ അപ്പൻ ഇത്ര ചെറ്റയൊന്നും ആയിരുന്നില്ല, നീ ഉമ്മ പറയുന്ന. ഇങ്ങനെയൊക്കെയാണെങ്കിലും വാടകയുടെ കാര്യത്തിൽ ഗിൽബർട്ട് ഒരു കണിശക്കാരനായിരുന്നു. ഇതിലൊരു 500 കുറവുണ്ടല്ലോ. എഴുതി വെച്ചു, അവസാനം എടുക്കാം. ആരുടെ അവസാനം? എൻ്റെയോ? അങ്ങനെ ഗിൽബർട്ടിൻ്റെയും ഫാമിലിയുടെയും സ്നേഹപരിചരണങ്ങൾ ഏറ്റുവാങ്ങി കണ്ണും മനസ്സും നിറഞ്ഞിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇനം ഇവിടെ വന്നിറങ്ങി. ഇവൻ ഡൊമിനിക്. ഇവന്റെ എക്സാമിന് ഇനി 1 മാസം കൂടി ഉള്ളൂ. ആ 1 മാസം വന്ന് നിന്റെ കൂടെ നിൽക്കട്ടെ. ഇവിടെ വന്നു എന്നിട്ട് ഞാൻ പറയുന്നതല്ലേ, പക്ഷെ ഇവൻ കേക്കണ്ടേ? ഇപ്പോഴും കക്ഷിയുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാ. എന്തായാലും ഇനി ഹോസ്റ്റലിൽ നിർത്തണ്ടെന്ന് തന്നെ തീരുമാനം. കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇവനെ സ്റ്റേറ്റ്സിൽ കൊണ്ടുപോകും. ചെന്നാൽ ഉടനെ അതിന്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കണം. ഞാൻ സ്റ്റേറ്റ്സിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ MBA കൊണ്ട് വെള്ളക്കാരൻ്റെ കീഴിൽ അടിമപ്പണി ചെയ്യാനും. ഒന്നും കാണാതെ അച്ഛൻ ഇവനെ MBAക്ക് വിടത്തില്ലല്ലോ. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകാതിരിക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കഴിഞ്ഞപ്പോ എന്നെ കളഞ്ഞിട്ട് പോയി കളയാവുന്ന വല്ല വിചാരവും മനസ്സിലുണ്ടേല്. കർത്താവാണ്, ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം പാറ്റേൺ ഭീഷണിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പേടിച്ചു. സോ എൻ്റെ MBA നാടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. നൗ ഐ ആം തിങ്കിങ് ഓഫ് മൈ ഓൺ ബിസിനസ്. ഈ തിങ്കുന്നതല്ലാതെ ഇന്നേ വരെ ഒരു പണിക്കും അവൻ പോയിട്ടില്ല. ഒരുമാതിരി റോഡ് വീലറിൻ്റെ സ്വഭാവമാണ്. ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഇങ്ങനെ. പക്ഷേ നല്ല രാശിയുള്ള ഇനവാ. അവൻ കാലുകുത്തി 1 മാസം തികഞ്ഞില്ല. നല്ല രീതിയിൽ നടന്നിരുന്ന ഗിൽബർട്ടിൻ്റെ ബിസിനസ് പൊട്ടി. രാമാനം ഗിൽബർട്ടും ഫാമിലിയും നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. തൻ്റെ എല്ലാമെല്ലാമായ സ്കൂട്ടർ ഗിൽബർട്ട് ഡൊമിനിക്കിന് സമ്മാനിച്ചു. ഇരിക്കട്ടെ, ഒന്നായി വരൂടാ പിതാവേ. വാടക ഇനത്തിൽ കുറച്ച് നഷ്ടമുണ്ടായാലെന്താ? അച്ചടക്കവും കൃത്യനിഷ്ഠയുമുള്ള ഒരു ഫാമിലി ഒഴിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തോന്നി. അനിയ, ഇനി എന്താ എൻ്റെ ഉദ്ദേശം? അടുത്ത ആഴ്ച എക്സാം തീരും, അതേ ഞാനങ്ങ് പോവും. ഒരാഴ്ച എന്നാ ശരി. ഒരാഴ്ച കഴിഞ്ഞിട്ടും പോകാനുള്ള ഉദ്ദേശം അവനില്ലെന്ന് മനസ്സിലായപ്പോൾ ചെറിയ ബുദ്ധിമുട്ടോടെയാണെങ്കിലും ഞാൻ അവനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. അനിയ, എനിക്ക് കെട്ടിക്കാൻ പ്രായ ഒരു മോളുണ്ട്. ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചാൽ അത് അവളുടെ ഭാവിയെ ബാധിക്കും. സോറി ഏട്ടാ, ചേട്ടൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഒരു 2 ദിവസം, അതിനുള്ളിൽ ഞാനെല്ലാം മാനേജ് ചെയ്യും. അന്നേരം എനിക്കവനോട് ചെറിയൊരു സഹതാപം തോന്നി. ഒരച്ഛൻ്റെ മനസ്സ് അവന് മനസ്സിലായല്ലോ.